വ്യക്തമാക്കി കൊടുത്താൽ ഗംഗാവലി പുഴയിൽ നമ്മൾ കണ്ട ആ സ്പോട്ടുകൾ ഇതാണ്. ഇപ്പോൾ തെരച്ചിൽ നടത്തിപ്പോയ സ്പോട്ട് 3 ആണ് ഈ കാണുന്ന പ്രേക്ഷകർ കാണുന്ന ഈ ഭാഗം, കോൺടാക്റ്റ് 3 എന്ന് പറയുന്ന ഭാഗം. ഇത് കരയിൽ നിന്നാകട്ടെ ഏകദേശം ഒരു 110 മീറ്ററോളം അകലെയാണ് ഈ സ്പോട്ട് 3 ഉള്ളത്. ഈ സ്പോട്ടിലാണ് ഈശ്വർ മാൽപ്പയും NDRFിൻ്റെയും നേവിയുടെയും സംഘങ്ങൾ തെരച്ചിൽ നടത്തിയതും അവിടെ ഈശ്വർ മാൽപ്പ കുത്തിവെച്ചൊരു മുളവടി ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. ഒരു പ്ലാസ്റ്റിക്, ഒരു പച്ച നിറത്തിലുള്ള പ്ലാസ്റ്റിക് കുത്തിയിരിക്കുന്ന ഒരു ഭാഗം അവിടെ നിങ്ങൾക്ക് കാണാം. അത് കാണുന്നത് സ്പോട്ട് 3 ആണ്. ഈ മുളവടി കുത്തിയിരിക്കുന്ന ഈ ഭാഗത്തേക്ക് കരയിൽ നിന്ന് ഏകദേശം 100-110 മീറ്ററോളം ദൂരമുണ്ട്. മറുകരയിലേക്കും ഏകദേശം ഒരു 50-60 മീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ കരയിൽ നിന്ന് കൂടുതൽ ദൂരമാണ് സ്പോട്ട് 3യിലേക്കുള്ളത്. ഇന്നലെ ജാക്കി കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് കരയിൽ നിന്ന് തൊട്ടടുത്താണ്. റോഡിൽ നിന്ന് ഏകദേശം 100 അടി, കരയിൽ നിന്ന് ഏകദേശം 50 അടി, ഏകദേശം ഒരു 50 ഫീറ്റ് മാത്രമാണ് കരയിൽ നിന്ന് അകലമുള്ളത് ഈ ലോറിയുടെ ജാക്കി കണ്ടെത്തിയത്. അപ്പോൾ ലോറി വീണ് ആ ലോറിയുടെ ഭാഗത്തു നിന്നും ജാക്കി തെറിച്ചുപോയി ആ ഭാഗത്ത് വീണിട്ടുണ്ടാകുമോ എന്നാണ് നോക്കുന്നത്. ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത, ഇത്രയും ദൂരം പോയാൽ നേരെ ലക്ഷ്മൺ നായിക്കിൻ്റെ കടയുടെ പിൻഭാഗത്തെത്തും. അതായത് ലക്ഷ്മൺ നായിക്കിൻ്റെ കടയുടെ പിൻഭാഗത്തു നിന്നും ഏകദേശം 50 അടി ദൂരെ 40 അടി താഴ്ചയിലാണ് ഈ ജാക്കി കണ്ടെത്തിയിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ധാരാളം മൺകൂനകൾ കാണാം. ആദ്യം കണ്ടെത്തിയ സ്പോട്ട് 3യും ഇതിന് തൊട്ട് താഴെയുള്ള സ്പോട്ട് 4നും മുകളിലായിട്ടാണ് ഈ ജാക്കിയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന സ്പോട്ടുള്ളത്. നമ്മളതിനെ ജാക്കി സ്പോട്ട് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ആ ജാക്കി സ്പോട്ടിലാണ് ഇന്ന് കൂടുതൽ തെരച്ചിൽ നടത്തുക. അതായത് ഉച്ചവരെ ഈശ്വർ മാൽപ്പ ഒറ്റയ്ക്ക് തെരച്ചിൽ നടത്താൻ പോകുന്നത് ഈ ജാക്കി സ്പോട്ട് എന്ന് പറയുന്ന പ്രദേശത്തായിരിക്കും. അത് ഈശ്വർ മാൽപ്പ തന്നെ പറയുന്നത് പോലെ കരയിൽ നിന്ന്, പ്രത്യേകിച്ച് റോഡിൽ നിന്ന് 100 അടിയോളം അകലത്തിൽ 40 അടിയോളം താഴ്ചയിലുള്ള ഈ പ്രദേശത്താണ് തെരച്ചിൽ നടത്തുക. ഇവിടെയാണ് മുങ്ങിത്തപ്പുന്നത്. ഇവിടെ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എന്നാണ് ഈശ്വർ മാൽപ്പ പറയുന്നത്. ഇവിടെ മരമോ ആൽമരമോ അതിൻ്റെ ചില്ലകളോ ഏതെങ്കിലും തരത്തിൽ അപകടകരമായ സാഹചര്യമില്ല. മാത്രമല്ല തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ ഇപ്പോൾ നല്ല വിസിബിലിറ്റിയും ഈ പ്രദേശത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ജാക്കി സ്പോട്ടിലാണ് ആദ്യമായി ഉച്ചവരെയുള്ള പ്രധാനപ്പെട്ട തെരച്ചിൽ നടക്കുക. അതോടൊപ്പം ഈശ്വർ മാൽപ്പയുടെ സംഘത്തിലുള്ളവർ പിന്നീട് എത്തിച്ചേരുമ്പോൾ, ഉച്ചയോടുകൂടി എത്തിച്ചേരുമ്പോൾ സ്പോട്ട് 3യിലും സ്പോട്ട് 4ലും കൂടുതൽ തെരച്ചിൽ നടത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കൊപ്പം അർജുൻ കല്യാട് കൂടി ഇപ്പോൾ ചേരും. അർജുൻ കല്യാണിലേക്കും ലിമേഷിലേക്കും നമുക്ക് പോകാം. AK അഭിലാഷും രഞ്ജിത്ത് മന്നിപ്പാടിയും ഇപ്പോൾ സ്ഥലത്ത് നിന്നും തുടരുന്നുണ്ട്. നമുക്ക് ആകാശ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കൊടുക്കുകയും ചെയ്യാം. അഭിലാഷ്, നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ച് കരയിൽ നിന്ന് റോഡിൽ നിന്ന് ഏകദേശം 100 അടി എന്നാണ് പറഞ്ഞത്. അത് ലക്ഷ്മൺ നായിക്കിൻ്റെ കടയുടെ തൊട്ടുപുറകിൽ തന്നെയാണോ ഈ സ്പോട്ട്? നമ്മൾക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം തീർച്ചയായിട്ടും ഈ ലക്ഷ്മൺ നായിക്കിൻ്റെ കടയുണ്ടായിരുന്ന ഒരു സ്ഥലമാണിത്. ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്താണ് ലക്ഷ്മൺ നായിക്കിൻ്റെ കടയുണ്ടായിരുന്നത്. അതായത് മണ്ണിടിച്ചിലുണ്ടായതിൻ്റെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗമാണ് ഈ കടയുണ്ടായിരുന്നത്. ഈ കടയുടെ ഏതാണ്ട് നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 15 മീറ്ററോളം, 15 മീറ്റർ മാത്രം അകലെയാണ് ജാക്കി ആ കാണുന്ന മേഖലയിലാണ് ജാക്കി കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ ഏതാണ്ട് 40 അടി, 35-40 അടിയോളം താഴ്ചയുണ്ട് എന്നാണ് ഈശ്വർ മാൽപ്പ അല്പസമയങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. അതായത് ഇവിടെ നിന്ന് വാഹനം നേരെ തന്നെയാണ് ഇടിഞ്ഞിറങ്ങി മണ്ണിനൊപ്പം ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. കാരണം ജാക്കി ഇവിടുന്ന് കണ്ടെത്തിയോടുകൂടി തന്നെ ട്രക്കും അതിനൊപ്പം ഉണ്ടാവുമെന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ. അങ്ങനെയാണെങ്കിൽ ജാക്കി അവിടെ കാണുന്നു. ഒരു പക്ഷേ ട്രക്ക് കുറേ കൂടി മുന്നോട്ട്, അതായത് ക്യാബിനകത്ത് വെള്ളം കയറാൻ കുറച്ചുകൂടി സാവകാശം എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ട്രക്ക് കുറേ കൂടി ഒഴുകിപ്പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം കുറച്ചും കൂടി ഒരു 50 മീറ്ററെങ്കിലും ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അതിനൊപ്പം മരത്തടികളുണ്ടായിരുന്നു. ആ മരത്തടികൾ വേർപെട്ട് പോകാനുള്ള ഒരു സമയം കൂടിയുണ്ട്. അതായത് ഒരു പക്ഷേ സ്പോട്ട് 3ലേക്ക് അതുകൊണ്ട് എത്താൻ സാധ്യതയുണ്ട്. മരത്തടികൾ വേർപെട്ട് പോകാൻ കുറേ കൂടി സമയം എടുത്തിട്ടുണ്ടെങ്കിൽ സ്പോട്ട് 4ലേക്കും ആ വാഹനം നീങ്ങിപ്പോകാനുള്ള സാധ്യത. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജാക്കി കണ്ടെത്തിയിരിക്കുന്ന ഇപ്പോൾ അരുൺ സാർ പറഞ്ഞതുപോലെ ജാക്കി സ്പോട്ടിൽ നിന്ന് സ്പോട്ട് 3ലേക്കുള്ള ആ ദൂരം, അതോടൊപ്പം തന്നെ സ്പോട്ട് 4ലേക്കുള്ള ആ ദൂരം, ഈ 2 സ്പോട്ടിലേക്കും എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ആ വാഹനമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയും തെരച്ചിലും തന്നെയാണ് നടത്തേണ്ടത്. അത് തന്നെയാണ് ഈശ്വർ മാൽപ്പ പറയുന്നത്. കാരണം ഒരു സൂചന ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. ആ സൂചനയിൽ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ പുഴ ഒഴുകുന്നത് പോലെയാണ് ഇപ്പോൾ ഗംഗാവലി പുഴ ഒഴുകുന്നത്. വലിയ ആഴവും അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. ഏകദേശം 6 അടിയോളം ഈ കഴിഞ്ഞ തവണ 30 ദിവസം കൊണ്ട് 6 അടിയോളം താഴ്ചയിലേക്ക് വന്നു. നമ്മൾ മറുകരയിലുള്ള പ്രദേശങ്ങളൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. ഈ പുഴയുടെ ഒത്ത മധ്യത്തിലുണ്ടായിരുന്ന സ്പോട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ വരാം തിരിച്ച് അഭിലാഷ്.